ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു അപ്പുറത്തേക്ക് ഞങ്ങൾ നൈസാക്കി നോക്കി, ഞങ്ങളെ സെറ്റാക്കാൻ നോക്കി. അതാ പെൺകുട്ടിയുടെ അതാണ് വീഡിയോ, ധാരാണെന്ന് അറിയില്ല. നമ്മളെ നോക്കിയപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ നടന്നു പോകണ്ടായിരുന്നു. ഒരു ചേച്ചി പച്ച ചേച്ചി തൊട്ട് അപ്പുറത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് നോക്കും. ദേ ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പം നോക്കും, ഇപ്പം നോക്കും. നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ. അതേ കണ്ട നോക്കി, നമ്മളെ നോക്കി ഗായ്സ്, കണ്ട അവിടെ അത്യാവശ്യം നോക്കി, നമ്മൾ എന്നെ നോക്കി. ഞാൻ ചുള്ളനായ കാരണം പിന്നെ അതിനെ പറ്റി അപ്പുറത്ത് ചേച്ചി ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും. അതിൻ്റെ ഇടയ്ക്ക് സായിപ്പും മദാമിയും പോയല്ലോ. അത് കഴിഞ്ഞാൽ ചേച്ചി വെള്ളം എടുത്ത് കുടിച്ചു. അതിൻ്റെ ഇടയ്ക്കോടെ ഇനി നോക്കോ, അവൾ ഇനി നോക്കിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഇങ്ങനെ കറങ്ങി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചുള്ളനേകാരം നമ്മൾക്ക് എന്താ ചെയ്യാല്ലേ, നമ്മൾ കാണാൻ പിള്ളേരൊക്കെ നമ്മൾ നോക്കുകയാണല്ലോ. നമ്മൾ തീവണ്ടിയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കോഴിക്കോട് നമ്മളൊന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നമ്മൾ നേരെ അവിടുത്തെ ഇറങ്ങി നമ്മൾ നേരെ ഒരു ഷെയ്ക്ക് കുടിക്കും. ഭയങ്കര ദാഹം. നേരെ നമ്മളൊരു ഷെയ്ക്ക് കുടിക്കുമ്പോൾ 20 രൂപയ്ക്ക് ഷെയ്ക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്, 2020 ജ്യൂസ് വേൾഡ്. അവിടേക്കാണ് പോയത്. അത്യാവശ്യത്തിന് നല്ല ജ്യൂസായിരുന്നു, ലാഭമുള്ളതായിരുന്നു. അതുകൊണ്ട് മെയിനായിട്ട് കണ്ണൂർക്ക് പോവാണ്. കണ്ണൂരെത്തി. ട്രെയിനിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, നമ്മൾ കണ്ണൂരാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ നമ്മുടെ കൂടെ ഉള്ളത് പണ്ട് 2019 മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് നമ്മുടെ അങ്ങനെ നേരം വെളുത്തപ്പോൾ നമുക്ക് ഗോവയ്ക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പോണത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവനെ കാണാൻ പറ്റാത്തത് വിഷമത്തിൽ നമ്മൾ ഈ പ്രാവശ്യം ഗോവയിലേക്ക് പോകണം. നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പല ജില്ലയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. ദൈവമേ, ബോഗിയിൽ മൊത്തം മലയാളികളാണല്ലോ. കേരളത്തിൽ നിന്ന് എല്ലാവരും പോക്കെയാണ്. കൊച്ചിയിലുള്ളവരെല്ലാവരും കൊച്ചി ദേവത്തം ചിരിച്ചുകൊണ്ട് ചിരിയാണല്ലോ. ദൈവം, കണ്ടൽക്കാട് കണ്ടോ നിങ്ങൾ? കണ്ടൽക്കാട് ഇതാണ് മക്കളെ, കണ്ടൽക്കാട്. ഗോവയ്ക്ക് അടുത്തുള്ള ഒരു കണ്ടൽക്കാടാണ്. പേര് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ട്രെയിനിന് പോയിക്കൊണ്ടിരിക്കണം. ട്രെയിനിന് പോയിക്കൊണ്ടിരുന്നത്. അത് കാണുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നണ്? നമ്മുടെ ട്രെയിൻ ഇപ്പൊ ജാതി സ്പീഡാന്നല്ല, അതുപോലെ പിടയ്ക്കാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ ട്രെയിനിന്റെ പേര് ഗോവ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു എക്സ്പ്രസ്. നമ്മളതിനെ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ കിട്ടിയ ട്രെയിനിൽ കയറി ഗോവയ്ക്ക് പോവാണ്. എന്തിനാണ് മച്ചാൻ നമ്മൾ പോണേ? നമ്മുടെ ഇപ്പം പോണത് മച്ചാനല്ല, നമ്മളിപ്പോൾ പോണത് മച്ചാനല്ല. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണത്. ഗോവത്തി മക്കളെ, ഗോവത്തി നമ്മൾ ചാടി ഇറങ്ങി. ഗോവത്തി നമ്മുടെ ഞാൻ കേരളമാണ് വിചാരിക്കുന്നത്. ഗോവയിലാണെങ്കിൽ മൊത്തം മലയാളി, ബസ്സിലൊക്കെ മലയാളികളാണ് കാഴ്ച.